ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB MD ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം SEBI രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലൈമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ബെറ്റർ ഓപ്പണിംഗ് ആണ്. നമ്മുടെ എക്കണോമിക് ഡാറ്റ പുറത്തു വന്നിരിക്കുന്നത്, അതുപോലെ തന്നെ ഗ്ലോബൽ സെൻറ്റിമെൻ്റ് എല്ലാം തന്നെ പോസിറ്റീവ് ആണ്. ഏഷ്യയിലെ എല്ലാ മാർക്കറ്റുകളും ഇന്ന് ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ ബെറ്റർ ആയിരുന്നു. പൊതുവെ പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ആണ് ഇന്ന് ഗ്ലോബലി ഉള്ളത്. അമേരിക്കയിൽ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള S&P 500 റിസൾട്ട് സീസൺ ആരംഭിച്ചിട്ടുണ്ട്. Q1 റിസൾട്ടുകൾ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള 80 റിസൾട്ടുകളിൽ 80% ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ടാണ്. അതുപോലെ തന്നെ ഇന്നലെ ജനറൽ മോട്ടോഴ്സിൻ്റെ റിസൾട്ട് വന്നിരുന്നു, ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ടും ഗൈഡൻസ് ആണ്. GE എയറോസ്പേസ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ട് ഗൈഡൻസ് ആണ്. അതുപോലെ തന്നെ സ്പോട്ടിഫൈ സ്വീഡിഷ് മ്യൂസിക് പോർട്ടലാണ്, ഇവരുടെ Q1 റിസൾട്ടും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. നോവാർട്ടിസ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. ടെസ്ല ബിലോ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു റിസൾട്ട്. പക്ഷേ ടെസ്ല 1.8% നോർമൽ അവേഴ്സിൽ ക്ലോസ് ചെയ്തിരുന്നു. പക്ഷേ ആഫ്റ്റർ അവേഴ്സിൽ ഇത് ട്രേഡ് ചെയ്യുന്നത് 12% ഹൈയിലാണ്. കാരണം അഫോർഡബിൾ EV രംഗത്തേക്ക് കടക്കാമെന്നുള്ള അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷമാണ് ടെസ്ലയിൽ വലിയ രീതിയിലുള്ള കുതിച്ചാട്ടം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് അമേരിക്കൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഇപ്പോഴത്തെ സെൻറ്റിമെൻറ്റ് വെച്ച് പോസിറ്റീവ് ടെറിട്ടറിയിലാണ്. അതിൻ്റെ റിയാക്ഷൻ തന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം കാണുന്നത്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്നലെ ചൈന മാത്രമായിരുന്നു ഏഷ്യയിൽ സ്വല്പം വീക്കായിട്ട് ക്ലോസ് ചെയ്തിരുന്നത്. മറ്റു മാർക്കറ്റുകളെല്ലാം ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ എല്ലാ മാർക്കറ്റുകളും ബെറ്ററാണ്. നമ്മളും ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഇന്നലെ $232.1 പെർ ഔൺസിനാണ് ജൂൺ ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $2,335 പെർ ഔൺസിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിരുന്നു. ഇന്നലെ $88.42 പെർ ബാരലിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് ഓൾമോസ്റ്റ് ആ ലെവലിൽ തന്നെയാണ് ബ്രന്റ് ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യുന്നത്. മെറ്റൽ ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ സ്ലൈറ്റ്ലി നെഗറ്റീവ് ടെറിട്ടറിയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. കാരണം റീസെൻറ്റ് റാലിക്ക് ശേഷമുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. പക്ഷേ ഇന്ന് മോർണിംഗിൽ വീണ്ടും പോസിറ്റീവ് ടെറിട്ടറിയിലാണ് മെറ്റൽ ഫ്യൂച്ചേഴ്സും ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ ഇന്നത്തെ സെൻറ്റിമെൻറ്റ് നമ്മളെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഏപ്രിൽ മാസത്തെ PMI ഡാറ്റ പുറത്തു വന്നിട്ടുണ്ട്. വലിയ എക്സ്പാൻഷനാണ് മാനുഫാക്ചറിങ് സെഗ്മെൻറ്റിൽ കാണുന്നത്. 62.2 ആണ് ഏപ്രിൽ മാസത്തെ PMI ഡാറ്റ വന്നിരിക്കുന്നത്. 14 വർഷത്തെ ഹയസ്റ്റ് ഡാറ്റയാണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യൻ മാനുഫാക്ചറിങ് രംഗം വലിയ രീതിയിൽ കുതിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഇൻഡിക്കേഷൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു സെൻറ്റിമെൻറ്റ് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇന്നും ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒപ്പം നമ്മൾ NSEയുടെ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ഉണ്ട്. ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ വളരെ ഒരു ബിഗസ്റ്റ് ഫാളാണ് ഇന്നലെ നടത്തിയിട്ടുള്ളത്. 12.7 നിന്ന് 10.2 ഇന്നലെ ഫാൾ ചെയ്തിരിക്കുന്നത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റിനെ തന്നെയാണ്. കാരണം മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള റിസ്ക് ഒന്നും അടുത്ത 30 ദിവസത്തേക്ക് ഉണ്ടാവില്ല എന്നുള്ളൊരു ഇൻഡിക്കേഷനും കൂടിയാണ്. ഇനി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പൊളിറ്റിക്കൽ റിലേറ്റഡ് വൊളാറ്റിലിറ്റി ഉണ്ടാക്കാവുന്ന ന്യൂസുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ വൊളാറ്റിലിറ്റി ഉണ്ടാവാം. അല്ലാത്ത പക്ഷം മാർക്കറ്റിൽ പൊതുവെ ഒരു സ്റ്റേബിൾ സെൻറ്റിമെൻ്റ് ആണ് ഇപ്പോഴത്തെ വിക്സ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുവെ നല്ല Q4 റിസൾട്ടുകൾ കാഴ്ചവെക്കുന്ന സ്റ്റോക്കുകളിലൊക്കെ നല്ല രീതിയിൽ മുന്നേറ്റം കാണാനുള്ള ചാൻസസ് ഉണ്ട്. ഇന്നലെ നോക്കുകയാണെങ്കിൽ ടെലികോം സ്റ്റോക്കുകളാണ് ഇന്നലത്തെ സ്റ്റാറുകൾ. ഭാരതി എയർടെൽ, അതുപോലെ തന്നെ ഇൻഡസ് ടവർ, വോഡാഫോൺ ഐഡിയ, ഇതൊക്കെ നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. വോഡാഫോൺ ഐഡിയയുടെ ഫോളോ ഓൺ പബ്ലിക് ഓഫറിന് ശേഷം വലിയ ഇൻട്രസ്റ്റ് ആണ് ആ സ്റ്റോക്കിൽ കാണുന്നത്. ഒപ്പം ഭാരതി എയർടെലിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ നല്ല മുന്നേറ്റമാണ്. ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ടെലികോം സെക്ടറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഒരുപക്ഷെ ടെലികോം കമ്പനികളെല്ലാം തന്നെ താരിഫ് ഹൈക്കിനും സാധ്യതയുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും ബാഡ് ഡേയ്സ് ആർ ഓവർ ഫോർ ടെലികോം സ്റ്റോക്സ് എന്നാണ് ഇപ്പോൾ പൊതുവെയുള്ള വിലയിരുത്തൽ. ഇന്നലെ പുറത്തു വന്നിട്ടുള്ള റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട്, എക്സലൻറ്റ് റിസൾട്ട് വന്നിരിക്കുന്നത് ടാറ്റ കൺസ്യൂമറാണ്. 1 ടൈം എക്സ്പെൻസ് കൊണ്ടാണ് നെറ്റ് പ്രോഫിറ്റ് താഴെ വന്നിരിക്കുന്നത്. ഓവറോൾ എക്സലൻറ്റ് പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ സ്റ്റാർബക്സും വലിയ രീതിയിലാണ് ഓൾ ഓവർ ഇന്ത്യയിൽ സ്റ്റോറുകൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടാറ്റ കൺസ്യൂമർ ലോവർ ലെവലിൽ നിന്ന് മുന്നേറാനുള്ള ചാൻസാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ല മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധ്യതയുള്ള ഒരു FMCG ഡൈവേഴ്സിഫൈഡ് FMCG കമ്പനിയും കൂടിയാണ് ടാറ്റ കൺസ്യൂമർ. സായൻ DLM
എക്സലൻറ്റ് റിസൾട്ടാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. നമ്മുടെ തന്നെ ടോപ്പ് പിക്കുകളിലൊന്നും കൂടിയാണ്. ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സർവീസസ് രംഗത്തുള്ള കമ്പനിയാണ്. ഇപ്പോൾ അവർ ഓർഡർ ബുക്ക് നോക്കുകയാണെങ്കിൽ മോർ ദാൻ 50% ഓർഡർ വരുന്നത് ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് റിലേറ്റഡ് കമ്പനികളിൽ നിന്നാണ്. വളരെ പോസിറ്റീവ് ന്യൂസാണ് സൈൻ DLMനെ സംബന്ധിച്ച്. കാരണം ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്ന സെക്ടറുകൾ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ന്യൂസുകളെല്ലാം തന്നെ സൈൻഡ് DLMനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. പിന്നെ MCXൻ്റെ റിസൾട്ട് വന്നിരുന്നു, ബെറ്റർ ദാൻ എക്സ്പെക്ട് റിസൾട്ടാണ്. അതുപോലെ തന്നെ BSE ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ രണ്ട് സ്റ്റോക്കുകളും നല്ല രീതിയിൽ അടുത്ത വർഷങ്ങളിൽ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. പ്രത്യേകിച്ച് MCX MCSൻ്റെ റിയൽ പെർഫോമൻസ് നമുക്ക് അടുത്ത വർഷങ്ങളിലാണ് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ BSE ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിലൊക്കെ നല്ല രീതിയിൽ വോളിയം ഇൻക്രീസും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ MCXും അതുപോലെ തന്നെ BSEയും കറണ്ട് ലെവലിൽ നിന്ന് 50 to 100% അടുത്ത 1 to 2 ഇയറിനുള്ളിൽ മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അനന്തരാജ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് റിയൽ എസ്റ്റേറ്റ് രംഗത്തൊരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. പണ്ടത്തെ ഇഷ്യൂസൊക്കെ നോക്കുകയാണെങ്കിൽ ധാരാളം പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടുള്ളൊരു കമ്പനി ആയിരുന്നു. പക്ഷേ ഇവർ സൈലൻ്റ് ആയിട്ട് ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിലാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ധാരാളം റിയൽ എസ്റ്റേറ്റ് അസറ്റുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ റിസ്ക് എടുക്കുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും അനന്തരാജ് ഇൻഡസ്ട്രീസ് എന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. ഫെയർ വാല്യൂ നോക്കുകയാണെങ്കിൽ 343 രൂപയുണ്ട്. ബുക്ക് വാല്യൂ 90.1 ആണ് ബുക്ക് വാല്യൂ വരുന്നത്. 64.82 കോടിയാണ് ഇക്വിറ്റി ക്യാപിറ്റൽ. പ്രൊമോട്ടർ ഹോൾഡ് ചെയ്യുന്നത് 60%. അപ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഡെലിവറിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡെലിവറി എടുക്കുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അനന്തരാജ് ഇൻഡസ്ട്രീസ് നല്ലൊരു ബെറ്റായിരിക്കും. കാരണം ഡാറ്റാ സെൻറ്ററിൽ വലിയ രീതിയിലുള്ള പ്ലാനുകളാണ് ഈ കമ്പനിക്കുള്ളത്. പുറവങ്കര മുംബൈയിലെ പാലി ഹിൽ റീഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഒപ്പം പുറവങ്കരയുടെ ഫ്ലോട്ടിംഗ് സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടറാണ് 75% ഹോൾഡ് ചെയ്യുന്നത്. 118.58 കോടിയാണ് ഇക്വിറ്റി ക്യാപിറ്റൽ. ഫേസ് വാല്യൂ 5 രൂപയാണ്. തീർച്ചയായിട്ടും ഈ റീസെൻറ്റ് ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പുറവങ്കരനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഹിന്ദുസ്ഥാൻ സിങ്കിൻ്റെ പുതിയ ഡീമർജർ പ്രപ്പോസലിനും ഗവൺമെൻറ് അനുമതി കൊടുത്തിട്ടില്ല. ഗവൺമെൻറ് റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. വലിയ നെഗറ്റീവ് ന്യൂസ് ഫ്ലോ ഒന്നല്ല, എന്നിരുന്നാലും ഒരു കോസ് ഫോർ കൺസേൺ എന്ന് മാത്രം. നല്ല രീതിയിൽ മുന്നേറിയിട്ടുള്ള ഒരു സ്റ്റോക്കും കൂടിയാണ്. വേറെ നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒന്നും തന്നെയില്ല. ഇത് പൊതുവെ എക്സ്പെക്റ്റഡ് ലൈനിൽ തന്നെയാണ് ന്യൂസ്. എന്നിരുന്നാലും ഒന്ന് ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് ഒന്ന് വാച്ച് ചെയ്യുന്ന നന്നായിരിക്കും. അതോടൊപ്പം തന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ 4 ഇയർ ലോയിലാണ് ഇപ്പോൾ ഫോറിൻ പോർട്ട്ഫോളിയോൻ്റെ സ്റ്റേക്ക് ഉള്ളത്. ഒപ്പം പ്രൈസ് ഏർണിംഗ് റേഷ്യോ നോക്കുകയാണെങ്കിലും 5 ഇയർ ആവറേജിനേക്കാളൊക്കെ താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ സ്റ്റോക്ക് പ്രൈസിലുള്ള പെർഫോമൻസ് കാണാനായിട്ട് സാധിക്കുള്ളൂ. ബെറ്റർ ദാൻ എക്സ്പെക്ട് റിസൾട്ട് ആണെങ്കിൽ ഈ ലോവർ ലെവലിൽ നിന്ന് ഹിന്ദുസ്ഥാൻ യൂണിലിവർ മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അപ്പോൾ ഓവറോൾ ഇന്നത്തെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് പോസിറ്റീവാണ്. വേറെ നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒന്നും തന്നെ ഇന്ന് മാർക്കറ്റിലില്ല. ഗ്ലോബൽ ന്യൂസ് ഫ്ലോസ് ബെറ്ററാണ്. ഒപ്പം നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള എക്കണോമിക് ഡാറ്റ വരുന്നതൊക്കെ ബെറ്ററാണ്. മറ്റ് പല പാരാമീറ്റേഴ്സും ബെറ്ററായിട്ട് തന്നെയാണ് ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. Q4 റിസൾട്ടുകൾ ഇന്ന് വരാനുള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ ആക്സിസ് ബാങ്ക് ഉണ്ട്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഉണ്ട്, L&T മൈൻഡ്രി ഉണ്ട്, അതുപോലെ തന്നെ മാക്രോടെക് ഉണ്ട്, ഇന്ത്യൻ ഹോട്ടൽസ് ഉണ്ട്, ഒറാക്കിൾ ഉണ്ട്, DCB ബാങ്ക് ഉണ്ട്, നിപ്പൻ ലൈഫ് AMC ഉണ്ട്, അനന്തരാജും ഉണ്ട്, ഡാൽമിയ ഭാരതൊക്കെ. ഇതൊക്കെയാണ് മേജർ കമ്പനികൾ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. റിസൾട്ടിന് ശേഷമുള്ള ഇമ്പാക്റ്റ് അതാത് സ്റ്റോക്കുകളിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള പൊസിഷനുകളിൽ മാർക്കറ്റ് മുന്നേറുമ്പോൾ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഡിസിഷൻ നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.